ഇഖ്ലാസോടുകൂടി ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായി എന്നതിൻ്റെ അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബ്. എണ്ണപ്പെടുന്ന പേജുകളുള്ള ഈ ഒരു ചെറിയ കിതാബ് യഥാർത്ഥത്തിൽ ഇന്ന് ലോക മുസ്ലിമീങ്ങൾ സ്വീകാര്യതയോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഒരു കിതാബാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് കൊണ്ടാണ്. ഒരുപാട് കിതാബുകളെ ചരിത്രത്തിൽ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി റഹ്മഹുല്ലയുടെ അൽ അർബഊൻ അൻ നവവിയ എന്ന കിതാബ്, അതേപോലെ ഷെയ്ഖ് റഹ്മഹുല്ലയുടെ അൽ ഉസൂൽ അസ്സലാസ, അതേപോലെ വ്യത്യസ്തമായ ചില ചെറിയ ചെറിയ കിതാബുകൾ, പേജുകളുടെ എണ്ണത്തിലും വലിപ്പത്തിലും വളരെ ചെറിയ കിതാബുകൾ ലോകം അംഗീകരിച്ചിട്ടുള്ള പ്രശസ്തമായ ഗ്രന്ഥങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിറകിൽ ആ മുസന്നിഫ് റഹ്മഹുല്ലയുടെ അവരുടെ ഇഖ്ലാസിൻ്റെ പവറാണ്. അതുകൂടി നമ്മൾ ഈ കിതാബ് പഠിക്കുമ്പോൾ തിരിച്ചറിയണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കിതാബിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഷോർട്ടായി വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം യഥാർത്ഥത്തിൽ സൗദി ഭരണകൂടത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അല്ലേ? സൗദി രാജാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അദ്ദേഹവുമായി ഒരു ടൈയപ്പിലെത്തുകയും ഈ രണ്ടു പേരും കൂടി ഒരു ഭാഗത്ത് ഉലമാക്കളും മറുഭാഗത്ത് ഉമറാക്കളും ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് സൗദ് ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നത്. നമുക്ക് സൗദി ഭരണകൂടത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. ഇന്ന് കാണുന്ന സൗദി അറേബ്യയുടെ സ്ഥാപനത്തിൽ ഏറെക്കുറെ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി അറിയപ്പെട്ടിട്ടുള്ളത് അബു അലി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്തായി അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ജനിക്കുന്നത് വളരെ പ്രശസ്തമായ ഇന്ന് ഏകദേശം റിയാദിൻ്റെ അറിയപ്പെട്ട നാടാണല്ലോ റിയാദ്, സൗദിയുടെ ഇന്നത്തെ തലസ്ഥാനം. ആ റിയാദിൽ നിന്നും ഏകദേശം ഇന്നത്തെ 35ഓളം കിലോമീറ്റർ വിദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയൈന എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇൽമു കൊണ്ടും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളെ കൊണ്ടും ആ നാട്ടിൽ അറിയപ്പെട്ട കുടുംബമാണ്. അവിടെയാണ് അദ്ദേഹം ഷെയ്ഖ് റഹ്മഹുല്ല ജനിക്കുന്നത്. ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ള് ചെയ്യുകയും അതേപോലെ ഇൽമിൻ്റെ മുത്തൂനുകൾ മനപ്പാഠം ആക്കുകയും എന്നിട്ട് യഥാർത്ഥത്തിലൊരു സലഫി നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതനാണ്. അതേപോലെ അദ്ദേഹം ജനിച്ച ഈ നാട് ഉയൈന എന്ന് പറയുന്ന നാട്, ആ നാടും ഇദ്ദേഹത്തിൻ്റെ വല്യാപ്പ, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കുടുംബക്കാർ, അവർക്ക് ആ നാട്ടിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരും ഖാദിമാരും പള്ളികളിലെ ഇമാമും ഖത്തീബുമാർക്കായി അറിയപ്പെട്ട ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പല ആൾക്കാരും. അതുകൊണ്ട് തന്നെ ഒരു ബൈത്തുൽ ഇൽമിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖന്മാരിൽ നിന്ന് തഹ്സീറാകുകയും ആ തഹ്സീർ ഉൾക്കൊണ്ട് ഇൽമിന് വഹിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന സൗദി അറേബ്യ ലോകത്ത് നിലനിൽക്കുന്ന തൗഹീദിൻ്റെ ഏക രാഷ്ട്രമായ സൗദി ഭരണകൂടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് ഷെയ്ഖ് റഹ്മഹുല്ലയുടെ കൈകളിലൂടെയാണ്. സൗദി രാജാവ് ഒരു ഭാഗത്ത് ഉമറാക്കളെ ഉണ്ടാക്കുകയും രാജ്യഭരണതന്ത്രങ്ങൾ മെനയുകയും അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ദീനീ രംഗത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയുടെ നവോത്ഥാനം കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന സൗദി ഭരണകൂടം നിലവിൽ വന്നിട്ടുള്ളത്. ഷെയ്ഖ് റഹ്മഹുല്ല മരണപ്പെടുന്നത് ഹിജറ 1206 ദറഇയ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെയാണ് അദ്ദേഹത്തെ ദഫൻ ചെയ്തത്. ഈ ദറഇയ എന്ന് പറഞ്ഞാൽ ഇന്ന് സൗദി അറേബ്യയിലെ ഈ റിയാദിന് ഏകദേശം ഒരു കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ 10-15 മിനിറ്റ് മാത്രം യാത്ര ചെയ്യാവുന്ന ദൂരത്തുള്ളൊരു സ്ഥലമാണ്. ഇന്നും അവിടെ നമ്മൾ പോയാൽ നമുക്ക് ആ പഴയകാല പ്രൗഢിയോടുകൂടി സൗദി ഭരണകൂടം അവരുടെ ആദ്യകാല കൊട്ടാരം അതിന്നും അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ആ സ്ഥലത്ത്.
അതിൻ്റെ പ്രത്യേകത ഇന്നത്തെ റിയാദിന് പകരം അന്ന് ഒന്നാം സൗദ് ഭരണകൂടത്തിൻ്റെ തലസ്ഥാനം ദർഇയായിരുന്നു. ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ നാടായിരുന്നു. അവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടതും അദ്ദേഹത്തെ ദഫൻ ചെയ്തതും. ഈ കിതാബിൻ്റെ പ്രത്യേകത, ഈ കിതാബിൻ്റെ എന്നല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കിതാബിൻ്റെ എല്ലാ കിതാബിൻ്റെയും പ്രത്യേകത, അദ്ദേഹം ഒന്നും സ്വന്തം വക കിതാബിൽ എഴുതിയിട്ടില്ല. ഒരു മസ്അല എഴുതും, ആ മസ്അലയ്ക്ക് തെളിവ് ഖുർആനും ഹദീസും. ഈ മസ്അല അദ്ദേഹത്തിൻ്റെ വക ഉണ്ടാക്കിയിട്ട് എഴുതുന്നല്ല, മറിച്ച് ഈ പറയപ്പെട്ട ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും എന്തൊരു ഹുക്കുമാണോ പിടിച്ചെടുക്കുന്നത് ആ ഹുക്കുമായിരിക്കും ആ മസ്അലയുടെ ഹെഡിങ് ആയിട്ട് അദ്ദേഹം കൊടുക്കുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ വക പ്രത്യേകമൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഒരു ആയത്തും ഹദീസും ഇസ്തിംബാത്ത് ചെയ്ത ഹുക്കുമിനെ മസ്അലയായി കൊടുക്കുകയും ഈ ആയത്തും ഹദീസിനെ തെളിവായിട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കിതാബ് വളരെ ഷോർട്ടാണ്. എന്നാലോ അതിൻ്റെ ആശയം വാള്യങ്ങളോളം രചിക്കപ്പെടുന്ന കിതാബായി ഇന്നും അവശേഷിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഈ ചെറിയ കിതാബിനെ ഉസൂലുസ് സലാസ എന്ന് പറയുന്ന വളരെ എണ്ണപ്പെടുന്ന പേജുകളുള്ള ഈ കിതാബിന് തന്നെ ഒരുപാട് ഷർഹുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഷർഹാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ഷർഹ്, അതേപോലെ ഷെയ്ഖ് ഫൗസാൻ്റെ ഷർഹ്, അതേപോലെ അമാനുള്ള ജാമിയയുടെ ഷർഹ്, പിന്നെ സാലിഹ് ആലി ഷെയ്ഖിൻ്റെ ഷർഹ്. അങ്ങനെ ഒരുപാട് ഷർഹ് ഇന്ന് ലഭ്യമാണ്. കിതാബ് രൂപത്തിലുണ്ട്, അതല്ലാതെ യൂട്യൂബിലും മറ്റും സുലഭമാണ് ഇന്ന് ഉസൂലുസ് സലാസയുടെ ഷർഹുകൾ. അതിലേറ്റവും വിദ്യാർത്ഥികൾ നിലക്ക് തുല്ലാബുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷർഹുകളിൽ ഷുറൂഹാത്തുകളിൽ ഒരു തുല്ലാബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമാകുന്നതും ഏറെ ഉപകാരപ്പെടുന്നതുമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അമാനുള്ള അൽ ജാമിയുടെ ഉസൂലുസ് സലാസയുടെ ഷർഹാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ്. എല്ലാ ഷർഹും ഒന്നിനൊന്ന് മെച്ചം എങ്കിലും പണ്ഡിതന്മാരൊരു വിലയിരുത്തൽ എന്നോണം അമാനുള്ള ജാമിയുടെ ഷർഹാണ് കുറച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് നന്നായിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ്. അതേപോലെ ഷെയ്ഖ് റഹ്മത്തുള്ള ഈ കിതാബിൽ വളരെ കെട്ടിക്കൊടുക്കുള്ള മസാലകളോ ഒന്നുമില്ല, വളരെ സിമ്പിളായി സാധാരണ ജനങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു കിതാബാണ്. ഈ കിതാബിൽ വേറൊരു പ്രത്യേകത, ആ നാട്ടിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമുദായത്തെ മുഖാത്തബത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കിതാബ് രചിക്കുന്നത്. ആ നാടിൻ്റെ ഒരു ചെറിയൊരു അന്തരീക്ഷം നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. സൗദി അറേബ്യയിൽ സൗദ് ഭരണകൂടം വരുന്നതിന് മുമ്പ് തുർക്കികൾ രാജ്യം ഭരിച്ച കാലം, ഈ തുർക്കികളിൽ ഏറെക്കുറെ ഷിയാക്കളും അതേപോലെ സൂഫികളും കടന്നുകൂടുകയും ആ രൂപത്തിലുള്ള ഒരു ആത്മീയ രംഗമായിരുന്നു സൗദിയിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല സൗദ് രാജാവിൻ്റെ കൂടെ കൂടി ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച് ഒരു ഭാഗത്ത് സൗദ് ഭരണകൂടം നിലവിൽ വരികയും മറുഭാഗത്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ ഒരു സലഫി നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അവരാദ്യം ചെയ്ത പണി എന്താ അറിയോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ സയ്യിദ് ബിൻ ഖത്താബ്, ഈ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖബർ സൗദിയിലുണ്ടായിരുന്നു. ആ ഖബറിനെ കെട്ടിപ്പൊക്കുകയും ജാറമാക്കുകയും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ദർഗ പോലെ ഉണ്ടാക്കുകയും എന്നിട്ട് ആ ഖബറിൻ ദർഗയിൻ്റെ അടുക്കൽ പോയി ആവശ്യങ്ങൾ പറയുകയും അതിനെ തവാഫ് ചെയ്യുകയും അവിടെ ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ആ കാലഘട്ടത്തിൽ സൗദിയിലുണ്ടായിരുന്നു. അതേപോലെ മറുഭാഗത്ത് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ റാത്തു അൻവാത്ത് എന്ന് പറയപ്പെടുന്നൊരു വൃക്ഷത്തെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കിതാബുകളിൽ. അതേപോലെ ഒരു മരം, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കളുണ്ടാകാൻ വേണ്ടി, കച്ചവടത്തിൽ ലാഭത്തിന് വേണ്ടി ഈ മരത്തിനെ തവാഫ് ചെയ്യുകയും ആ മരത്തിനടുക്കൽ പോയി സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും വ്യത്യസ്ത രൂപങ്ങൾ അന്ന് ആ നാട്ടിൽ നടമാടിക്കൊണ്ടിരുന്നു. അതിനെതിരെയാണ് ഷെയ്ഖ് റഹ്മത്തുള്ള ഈ തൂലിക ചലിപ്പിച്ചത്. അപ്പം അതിൻ്റെതായ തഅ്സീർ നമുക്ക് കാണാൻ പറ്റും. ചില മസ്അലകൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില മസ്അലകളോട് നമുക്ക് സദൃശ്യമായി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ അവരെ മുൻനിർത്തി എഴുതുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾക്കാണ് ഷെയ്ഖ് റഹ്മത്തുള്ള ചില പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കിതാബും കൂടിയാണ്. സൗദ് ഭരണകൂടം നിലവിൽ വന്നപ്പോൾ ആദ്യം ചെയ്ത 2 പണികളും അതായിരുന്നു. ഒന്ന്, ആ മരം മുറിച്ചു മാറ്റി. 2, സയ്യിദ് ബിൻ ഖത്താബിൻ്റെ ദർഗ പൊളിക്കുകയും ഖബറായി ബാക്കിയാക്കുകയും ചെയ്തു. ഇതാണ് ആദ്യമായി ഷെയ്ഖ് റഹ്മത്തുള്ള ചെയ്തത്. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ഷീഈ പുരോഹിതന്മാർ മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും ഈ സലഫിയത്തിനെയും കളിയാക്കുകയും കൊന്നനം കുത്തുകയും ചെയ്യുന്നതിനു വേണ്ടി മഹാന്മാരുടെ ഖബറുകൾ പൊളിച്ചവരാണ് എന്ന് പരത്തുന്നത്. യഥാർത്ഥം ഇതാണ് സംഭവം.
ഇത്തരത്തിൽ ഒരുപാട് രംഗങ്ങളിൽ, അത് ഉഹദിൻ്റെ മഖബറയാണെങ്കിലും ബഖീൻ്റെ മഖബറയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ തുർക്കിയുടെ കാലഘട്ടത്തിൽ കമാനങ്ങളും കുബ്ബകളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ പൊളിച്ച് നീക്കം ചെയ്ത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ബഖീഉം ഉഹദും ഒക്കെ ഉണ്ടായിരുന്നത് ആ ഒരവസ്ഥയിലേക്ക് മാറ്റം വരുത്തിയത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല സൗദ് രാജാവിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നും ആ നാട്ടിൽ തൗഹീദിൻ്റെ ബറക്കത്ത് നിലനിൽക്കുന്നത്. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ കിതാബിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിലേക്ക് കടക്കാം. അല്ലാഹു വഹുവൽ മുവഫഖ് വബിഹി നസ്തഈൻ അല്ലാഹുമ്മ അഇന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ഈ കിതാബ് ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. യഥാർത്ഥത്തിൽ എല്ലാ പണ്ഡിതന്മാരും ബിസ്മി കൊണ്ടാണ് കിതാബ് ആരംഭിക്കുക. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നതും ബിസ്മി കൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ ഓരോ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ ആരംഭിച്ചതും ബിസ്മി കൊണ്ടായിരുന്നു. അതിനെ പിൻപറ്റിക്കൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരുടെ കിതാബും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഷെയ്ഖ് റഹിമഹുല്ലാഹി ഈ കിതാബും ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാൻ ഇഅ്ലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലമു അർബഇ മസാഇൽ. വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. കാരണം അധികം വിശാലമായ ശറഹിലേക്കൊന്നും പോകാതെ മത്തിന് വായിച്ച് അതിൻ്റെ അർത്ഥം അഥവാ എന്തെങ്കിലും വിശദീകരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രം അവിടെ ചെറിയ വിശദീകരണം നൽകിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം. ഈ കിതാബ് തുടങ്ങുന്നത്, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ പ്രത്യേകത, അദ്ദേഹം ദുആ കൊണ്ടാണ് എല്ലാ കിതാബും തുടക്കം കുറിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? പക്ഷേ ചില ഇബ്നു ഉസൈമീനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിന് ശർഹ് നൽകിയിട്ടുള്ളത്, സലഫി ഉലമാക്കൾ അവർ തുല്ലാബകളോട് അങ്ങേയറ്റം കരുണയും സ്നേഹവും കൃപയും കാണിക്കുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാ മസ്അലയും അല്ലെങ്കിൽ എല്ലാ കിതാബും തുടങ്ങുമ്പം അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. കാരണം ഇൽമെന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ നൂറാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ദുആ ചെയ്തുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല ആരംഭം. അത് എല്ലാ സലഫി പണ്ഡിതന്മാരുടെ ശൈലിയാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇഅ്ലം റഹിമക്കല്ലാഹ്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ, നീ മനസ്സിലാക്കണം, അന്നഹു യജിബു അലൈന, കാര്യം നമുക്ക് നിർബന്ധമാണ്, തഅല്ലുമു അർബഅ മസാഇൽ, 4 മസ്അലകൾ പഠിക്കൽ അനിവാര്യമാണ്. അല്ലേ? യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇൽ, 4 മസ്അലകൾ പഠിക്കൽ അനിവാര്യമാണ്. എൻ്റെ 4 മസ്അലയെ കുറിച്ചാണ് അതിനുശേഷം പറയുന്നത്. അൽ ഊല, ഒന്നാമത്തത് അൽ ഇൽം, അറിവാണ്. ഇൽമുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൽമ് പല രൂപത്തിലാണ്. ആ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇൽമിനെ തഅയീൻ ചെയ്തു. എന്ത് ഇൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. അൽ ഇൽം, അത് വഹുവ മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു നബിയ്യിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം. 3 കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കലാണ് യഥാർത്ഥത്തിൽ ഇൽം എന്ന് പറയുന്നത്. അല്ലേ? 1 മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കൽ. 2 വമഅരിഫത്തു നബിയ്യിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പഠിക്കൽ. 3 മഅരിഫത്തു ദീനുൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചും പഠിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം, നിർബന്ധമായും അടിമകൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അസ്സാനിയത്തു അൽ അമലു ബിഹി, രണ്ടാമത്തെ കാര്യം ഈ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് അമൽ ചെയ്യുക. അസ്സാലിസ, മൂന്നാമത്തത് അദ്ദഅവതു ഇലൈഹി, നമ്മൾ പഠിച്ച് അമൽ ചെയ്ത ആ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അർറാബിഅതു അസ്സബ്റു അലൽ അദാ ഫീഹി, ഈ ദഅവത്തിൻ്റെ മാർഗത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ കൈകൊള്ളുക. ഇതാണ് 4 മസ്അലകൾ. ഇതിന് തെളിവ് പറയാണ്. വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂറത്ത് തന്നെയാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വളരെ ചെറിയ സൂറത്ത്. ആ സൂറത്താണ് ഈ 4 കാര്യങ്ങൾ പഠിക്കൽ അനിവാര്യമാണ് എന്നതിന് തെളിവായി ഷെയ്ഖ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ആ സൂറത്ത് പറയുന്നത് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറയും. അത് അള്ളാഹ്ക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ്. സൃഷ്ടികൾ സത്യം ചെയ്യേണ്ടത് അത് അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനോട് സത്യം ചെയ്യാൻ പാടില്ല. അല്ലേ? മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്, ഇതാണ് ഹുക്കും.
ഇത് അള്ളാഹ്ക്ക് മാത്രം ബാധകമാണ്. അള്ളാഹു ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? വത്തീനി വൽ അസ്ർ വല്ലുഹ വൽ ആദിയാതി വൽ ഖമരി വൽ ലൈലി വൻ നഹാരി വശംസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് സത്യം ചെയ്ത് പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ഡിതന്മാരെ പറയാറുള്ളത്, അള്ളാഹു ഒരു കാര്യത്തെ ഖസമ ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശേഷം പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചു. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്താ ശേഷം പറയാൻ പോകുന്ന കാര്യം? എന്താ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ചില ആൾക്കാർ ഇസ്തിസ്നാ ചെയ്തു, ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്രമങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവർ ഒഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തവർ ഒഴികെ. അല്ലേ? 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ഇല്ലല്ലദീന ആമനു ഐ ബിത്തൗഹീദ്, മുവഹിദുകൾ. 2, വഅമിലു സ്വാലിഹാത്ത് ഐ ബിത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സുന്നത്ത് തൗഹീദുമായി സുന്നത്തുമായി. 3, വതവാസൗ ബിൽ ഹഖ്, ഹഖ് ബിൽ മഅന അദ്ദഅവതു ഇലൈഹി, ദഅവത്ത് ചെയ്യുക. 4, ആ ദഅവത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമ കൈകൊള്ളുക. അതാണ് ഈ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് അർത്ഥമാക്കുന്നത്. ചില തഫ്സീറുകൾ ഈ ഖുർആനിന്റെ ആയത്തിൽ നൽകിയ ചില തഫ്സീറുകൾ എടുത്തു തിരിക്കുകയാണ്. ഖാല ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അടിമകൾക്കെതിരെ തെളിവായിക്കൊണ്ട് ഈ സൂറത്ത് മാത്രമാണ് ഇറക്കിയതെങ്കിൽ തന്നെ ലകഫതുഹും, അതവർക്ക് മതിയാകുന്നതാണ്. ഈ ആയത്തിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണപ്പെട്ട ആയത്തുകൾ തന്നെ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും അടങ്ങിയിട്ടുണ്ട്. വഖാല അൽ ബുഖാരി റഹ്മഹുല്ലാ, ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറയാണ് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ, ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. അല്ലേ? അദ്ദേഹം ബാബായിട്ട് കൊടുത്തിട്ടുള്ളത് അൽ ഇൽം, അറിവ് പഠിക്കൽ അനിവാര്യമാണ്. ഖബ്ല അൽ ഖൗലി വൽ അമൽ, അത് ദഅവത്ത് ചെയ്യുന്നതിൻ്റെയും അത് അമൽ ചെയ്യുന്നതിൻ്റെയും മുമ്പ് നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിക്കൽ അനിവാര്യമാണ്. ഇത് വളരെ ഈ ചെറിയ വാക്ക് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും. ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ അല്ലെ ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി, ഇമാം ബുഖാരിയുടെ ഫിഖ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഹെഡിങ്ങിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഫിഖ്. ഒരു ഹെഡിങ്ങിൻ്റെ കീഴിൽ 10 ഹദീസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10 ഹദീസിന് കിട്ടുന്ന ഫായിദ, അതിൻ്റെ ഇസ്തിംബാത്ത്, ഹുക്കും, അതായിരിക്കും ഷെയ്ഖ് റഹ്മഹുല്ല ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകുക. അത് ഇമാം ബുഖാരിയുടെ മാത്രം പ്രത്യേകതയാണ്. ഫിഖ്ഹുൽ ബുഖാരി ഫി തറാജിമിഹി എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഏറ്റൊരു ബാബിൽ ഈ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടു അല്ലേ? പിന്നെ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, അമലും അതേപോലെ തന്നെ ദഅവത്തും, അതിന് മുമ്പ് എന്തുണ്ടായിരിക്കണം? ഇൽമുണ്ടായിരിക്കണം. അറിവില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല, അറിവില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ദഅവത്ത് ചെയ്യാനും പാടില്ല. ഇനി വദ്ദലീൽ ഖൗലുഹു തആല, എന്താ ഇൽമിനുള്ള തെളിവെന്താ? ഓരോ വിഷയത്തിലേക്ക് കടക്കാണ്. ഇൽമിലുള്ള തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു ആയത്താണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിലെ ആയത്താണ്. അല്ലാഹു പറഞ്ഞത് ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് എന്ന് നീ പഠിക്കണം. ഇവിടെ ഫബദഅ ബിൽ ഇൽം, അല്ലാഹു ആരംഭിച്ചത് ഇൽമു കൊണ്ടാണ്. ഫഅലം, നീ പഠിക്കണം. ഖബ്ല അൽ ഖൗലി വൽ അമൽ, അല്ലേ? ആദ്യം നീ പഠിക്കണം. പഠിച്ചറിഞ്ഞാലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂ. അമൽ ചെയ്താലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതിലേക്ക് ദഅവത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത് ശൈഖ് റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചത്. വീണ്ടും പറയാണ്, ഇഅലം റഹിമക്കല്ലാഹ്, നീ അറിയണം, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിമിൻ ആണും പെണ്ണിനും നിർബന്ധമാണ്, തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ, 3 മസ്അലകളെ സംബന്ധിച്ച് പഠിക്കൽ. ആദ്യം ഇൽമല്ലേ പറഞ്ഞ് 4 കാര്യങ്ങൾ അറിയാൻ അനിവാര്യമാണ്. 4 കാര്യങ്ങൾ, അത് ഒന്നാമത്തെ ഇൽമാണ്. പിന്നെ നമ്മൾ തുടങ്ങുന്ന ഇൽമിനെ സംബന്ധിച്ച് പറയണം, എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഒന്നാമത് പറഞ്ഞു 3 കാര്യങ്ങൾ പഠിക്കൽ, വൽ അമലു ബിഹിൻ, ആ 3 കാര്യങ്ങൾ കൊണ്ട് അമൽ ചെയ്യലും എല്ലാ മുസ്ലിം ആണും പെണ്ണിനും നിർബന്ധമാണ്. ഏതൊക്കെ അത് നോക്കിക്കോ. അൽ ഊല, ഒന്നാമത്തത്, അന്നല്ലാഹ ഖലഖന, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, വറസഖന, അള്ളാഹു നമുക്ക് ഉപജീവനം നൽകുന്നത്, വലം യത്റുഖ്ന, അള്ളാഹു നമ്മളെ വെറുതെ വിട്ടിട്ടില്ല, ഹമല, അള്ളാഹു നമ്മളെ വെറുതെ വിട്ടിട്ടില്ല. ഈ ഹംല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യത്തെ
കുല്ലു മാ യുത്രകു ബിദൂനി റിആയ, പരിഗണിക്കാതെ ഒരു കാര്യത്തെ വെറുതെ വിടുക. അതിനാണ് ഹംല എന്ന വാക്ക് സാധാരണ അറബിയിൽ ഉപയോഗിക്കുക. അതാണ് ശൈഖ് റഹ്മത്തുള്ളാഹി ഇവിടെ ഉപയോഗിച്ചത്. വലം യത്റുക്ന ഹമല, അള്ളാഹു നമ്മളെ വെറുതെ വിട്ടിട്ടില്ല, പരിഗണിക്കാതെ വിട്ടിട്ടില്ല. മറിച്ച് എന്താ ചെയ്തത്? ബൽ, മറിച്ച് അർസല ഇലൈന റസൂല, അള്ളാഹു മനസ്സ് സൃഷ്ടിച്ചിട്ട് വെറുതെ വിട്ടതാണോ? അല്ല, മറിച്ച് ആ അടിമകളിലേക്ക് അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചു. ഫമൻ അതാഅഹു ദഖലൽ ജന്ന, ആരാണോ ആ ദൂതന്മാരെ അനുസരിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാഹു ദഖലൻ നാർ, ആരാണോ ആ പ്രവാചകനെ ധിക്കരിക്കുന്നത് അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറയേണ്ട ഒരു ദിവസം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ, എൻ്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിൽ കിടക്കുന്നതാണ് വിസമ്മതിച്ചവർ ഒഴികെ. സഹാബാക്കൾ ചോദിച്ചു, മൻ യഅബ യാ റസൂലല്ലാഹ്, ആരാണ് വിസമ്മതിക്ക പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ, എന്നെ അനുസരിച്ചവരാരാണോ അവർ സ്വർഗത്തിലാണ്, എന്നെ ധിക്കരിച്ചവരാരാണോ അവരാണ് സ്വർഗത്തിൽ നിന്ന് പ്രവേശിക്കാൻ വിസമ്മതിച്ചവർ. ഇത് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഇതിന് തെളിവായി അള്ളാഹു എല്ലാ ഖൗമിലേക്കും ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി ഷെയ്ഖ് റഹ്മഹുല്ലാ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുസ്സമ്മിൽ ഒരു ആയത്ത് കൊടുക്കുകയാണ്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല. ഈ ആയത്തിൽ അർത്ഥമാക്കുന്നത്, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല, തീർച്ചയായും നിങ്ങളിലേക്ക് ഞാനിതാ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കെതിരെ സാക്ഷ്യം നിൽക്കുന്നവരായി. കമാ അർസൽന ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചതുപോലെ. എന്നാൽ ഫഅസാ ഫിർഔനുർ റസൂല, ഫിർഔനാകട്ടെ ആ ദൂതന്മാരെ ധിക്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫഅഖദ്നാഹു, ആ ഫിർഔനെ നാം പിടിച്ചു, അഖ്ദൻ വബീല, കടുകടുത്ത ഒരു പിടുത്തം. എന്ന് മനസ്സിലായി തന്ന്, ദൂതന്മാരെ ധിക്കരിച്ചാൽ മഅ്വാഹു ഇലൽ ജഹന്നം, അല്ലേ? പ്രവാചകന്മാരെ ധിക്കരിച്ചാൽ അവൻ്റെ വാസസ്ഥലം നരകമായിരിക്കും. അതാണ് ഈ ആയത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ, അസ്സാനിയ അന്നല്ലാഹ ലാ യർള, അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല, അൻ യുശ്റക മഅഹു അഹദുൻ, അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊന്നിനെ പങ്കു ചേർക്കപ്പെടുന്നതിന്, ഫി ഇബാദത്തിഹി, അല്ലാഹുവിൻ്റെ ഇബാദത്തിൽ, അല്ലാഹനെ ആരാധിക്കുന്നതിൽ അല്ലാഹ്ക്ക് പുറമെ മറ്റൊരാളെ പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ലാ മലക്കുൻ മുഖറബ് വലാ നബിയ്യുൻ മുർസൽ, അല്ലേ? ലാ മലക്കുൻ മുഖറബ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം സിദ്ധിച്ചവരായ മലക്കുകളായാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിയോഗിക്കപ്പെട്ടവർ പ്രവാചകന്മാരായാലും അള്ളാഹിൻ്റെ കൂടെ ഇബാദത്തിൽ പങ്കു ചേർക്കപ്പെടുന്നതിന് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുന്നതല്ല. ഇനി വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവായി ഷെയ്ഖ് റഹ്മഹുല്ലാ കൊടുത്തിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിലെ ഒരായത്താണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹിൻ്റെ കൂടെ ശിർക്ക് ചെയ്യപ്പെടുന്നതിന് അള്ളാഹു തൃപ്തിപ്പെടൂല എന്ന് പറയാൻ കൊടുത്ത ആയത്താണ്. വഅന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അത് അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ വിളിക്കാൻ പാടില്ല. കാരണം അത് ഇബാദത്താണ്. അങ്ങനെ വിളിച്ചാൽ ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്, അത് പാടില്ലാത്തതാണ്. അസ്സാലിസ, മൂന്നാമത്തത്, അന്നമൻ അതാഅ റസൂല വവഹദല്ലാഹ, ഒരാൾ റസൂലിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്താൽ, ലാ യജൂസു ലഹു, അങ്ങനെയുള്ള ഒരു മുവഹിദിന് അനുവദനീയമല്ല, മുവാലാതു മൻ ഹാദ്ദല്ലാഹ, അള്ളാഹുവിനോട് എതിരിടുന്ന, വ റസൂലി, അള്ളാഹിൻ്റെ റസൂലിനോടും മത്സരിക്കുന്ന എതിരിടുന്ന ഒരാളോട് മുവാലാത്ത് സ്നേഹബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് മുവഹിദുകൾക്ക് യോജിച്ചതല്ല. വലൗ കാന അഖ്റബ ഖരീബിൻ, അതെത്ര അടുത്തുള്ള ആളാണെങ്കിലും എത്ര അടുത്ത കുടുംബക്കാരനാണെങ്കിലും മുവാലാത്ത് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിൻ്റെ തെളിവായി ഷെയ്ഖ് റഹ്മഹുല്ലാ കൊടുത്തത് സൂറത്തുൽ മുജാദിലിലെ പ്രശസ്തമായ ഒരു ആയത്താണ്. അള്ളാഹു ആ ആയത്തിൽ പറയുന്നത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു സമുദായത്തെ നിനക്ക് കാണാൻ സാധിക്കൂല. യുവാദൂന, അവർ സ്നേഹബന്ധം മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതായിട്ട്,
മൻ ഹാദ്ദല്ലാഹ വ റസൂല, അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും മത്സരിക്കുന്ന, എതിരിടുന്ന ഒരുത്തരോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കൂല. വലൗ കാനു ആബാഅഹും, അവർ അവരുടെ പിതാക്കന്മാരായാലും, ഔ അബ്നാഅഹും, അവരുടെ മക്കളായാലും, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളായാലും, ഔ അശീറതഹും, അവരുടെ അടുത്ത കുടുംബക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മുവഹിദുകൾ അവരോട് മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കൂല. എന്ന് മാത്രമല്ല, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഈമാനിനെ എഴുതി വച്ചിട്ടുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻ, അള്ളാഹു അള്ളാഹുവിനൊരു ആത്മീയത കൊണ്ട് അള്ളാഹു അവരെ ശക്തി നൽകിയിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, വയുദ്ഖിലുഹും, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൻ്റെ ആരാമങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവർ അള്ളാഹുവിലും അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടവനാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ പാർട്ടി. അല, അറിയണം, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ പാർട്ടി മാത്രമാണ് വിജയിക്കുന്നവർ. ഈ ആയത്ത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് മുഅ്മിനുകൾ, മുവഹിദുകൾ ആരോടാണ് നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത്, ആരോടാണ് നല്ല ബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്തത്, അഥവാ മുഅ്മിനുകളല്ലാത്ത മറ്റുള്ളവരോട് മുഅ്മിൻ്റെ സമീപനം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വരച്ചു കാട്ടുന്ന വളരെ ബൃഹത്തായ ഒരു ആയത്താണ്. പല ആധുനിക സലഫി പണ്ഡിതന്മാരും ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളും അതുള്ള മറ്റുള്ളവരുമായിട്ടുള്ള മുആമലാത്ത്, ഇടപാടുകൾ, അവരുടെ ജീവിത ശൈലികൾ എന്നതിനെ സംബന്ധിച്ച് വിശാലമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും നല്ലത് തസ്ഹീലുൽ അഖീദ് എന്ന് പറയുന്ന ഷെയ്ഖ് ജിബ്രീൻ്റെ കിതാബ് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. അതിൽ വളരെ വ്യക്തമായി ഷെയ്ഖ് റഹ്മഹുല്ല അത് വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഅ്ലം, ഷെയ്ഖ് പറയാണ്, ഇഅ്ലം, നീ അറിയണം, അർഷദകല്ലാഹു ലിതാഅതിഹി, അല്ലാഹു നിന്നെ നേർമാർഗത്തിൽ നടത്തട്ടെ, ലിതാഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ. ഇതെല്ലാം ദുആ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങുന്നത്. അന്നൽ ഹനീഫിയ മില്ലത ഇബ്രാഹിം, ഇവിടെ ദീനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. അൽ ഹനീഫിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഹനീഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം അൽ മാഇലതു അനിശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും മാറിപ്പോയിട്ടുള്ള ദീൻ, അതാണ് ഹനീഫിയ എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ അർത്ഥം റുജുവായത് എന്ന് പറയും. അതായത് റുജുവായെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കലരാത്തത്, മുഖ്തലിത്താകാത്തത്, ഖാലിസായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മതം, അതിനാണ് ഹനീഫിയ എന്ന് പറയാം. അദ്ദീനുൽ മാഇലതു അനിശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും മാറിയിട്ടുള്ളതായ ദീൻ, അതാണ് ഹനീഫിയ എന്ന് പറയാം. അതായത് ദീനുൽ ഇസ്ലാം. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഈ ഹനീഫിയ മതമാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്, ഇല്ലേ? വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, അല്ലേ? ഇബ്രാഹിമിൻ്റെ മില്ലത്തിനെ ഫോളോ ചെയ്യാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ടായിരിക്കും? എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? പോട്ടെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി അല്ലേ? എന്നിട്ടും നമ്മളോട് അള്ളാഹു മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും അതിൻ്റെ കാരണം? ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് ഇബ്രാഹിം നബിയുടെ പരമ്പരയിലൂടെയാണ്, അല്ലേ? ഇബ്രാഹിം നബിക്ക് 2 മക്കളാണ്, ഒന്ന് ഇസ്മായിലും 2 ഇസ്ഹാഖും. ഇസ്മായിലിലൂടെ അറബി പരമ്പരകളുണ്ടായി, അതിലൂടെ ഒരുപാട് പ്രവാചകന്മാർ വന്നു. അതിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഇസ്ഹാഖിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത്. ബനു ഇസ്രായേൽ, അല്ലേ? ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് ഇസ്ഹാഖിൻ്റെ പാരമ്പര്യത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രവാചകന്മാരുടെ പിതാവായി അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി. അതുകൊണ്ട് അബുൽ അംബിയ എന്നറിയപ്പെട്ടത് ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിമിയുടെ മില്ലത്തിലേക്ക് ചേർത്ത് പറയാൻ കാരണം, അധിക പ്രവാചകന്മാരുടെയും പിതാവ് എന്നറിയപ്പെട്ടതിൻ്റെ പേരിൽ. ഏതായി മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് പറയാൻ പോകുന്നത്. അൻ തഅ്ബുദല്ലാഹ വഹ്ദഹ, നീ അള്ളാഹനെ മാത്രം ആരാധിക്കലാണ്. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, നിഷ്കളങ്കമായ രൂപത്തിൽ. വബിദാലിക, അതുകൊണ്ടാണ് അമറല്ലാഹു ജമീഅൻ നാസി വഖലഖഹും ലഹ, അള്ളാഹു എല്ലാ ജനങ്ങളോടും കൽപ്പിച്ചത് തൗഹീദ് കൊണ്ടാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ.
വഖലഖഹും ലഹ, ജനങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. വമഅന യഅ്ബുദൂൻ, ഇവിടെ ഈ ആയത്തിൽ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞ ഈ യഅ്ബുദൂന്റെ അർത്ഥം ഐ യുവഹിദൂൻ എന്നാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ തഫ്സീറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് നൽകിയ തഫ്സീറാണ് ഷെയ്ഖ് റഹ്മഹുല്ലാ ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതും ഷെയ്ഖിൻ്റെ വകയല്ല, ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറാണ്. ലിയഅ്ബുദൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിയുവഹിദൂൻ, അള്ളാഹുവിനെ ഏകനാക്കാൻ, അല്ലേ? അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ഇതിനെ തഫ്സീർ വെച്ച് പഠിച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ. അഹ്ലുസുന്ന ജമാഅത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ്. ആരാണ് നമ്മുടെ സലഫ്? അസ്വഹാബ, അല്ലേ? ഹും അസ്ഹാബു റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലാണ് നമ്മുടെ സലഫുകൾ. ആ സലഫുകൾ എങ്ങനെ ഈ ആയത്തിന് മനസ്സിലാക്കിയത്? ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹിനെ ഏകനാക്കാൻ വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം തൗഹീദ് ഇല്ലാതെ മനുഷ്യന് ജീവിതമില്ല എന്നർത്ഥം. അത് മാത്രമല്ല വഅഅ്ളമു മാ അമറല്ലാഹു ബിഹി, അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചതിൽ ഏറ്റവും ഗൗരവമേറിയ അത്തൗഹീദ്, അതായത് തൗഹീദാണ്. വഹുവ, ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ എളുപ്പത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാൻ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. എന്താ ഇവിടെ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും, അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും, അതാണ് ഇബാദത്ത്. ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദ്. വഅഅ്ളമു മാ നഹാ അൻഹു, അള്ളാഹു ജനങ്ങളോട് നിരോധിച്ച കൂട്ടത്തിൽ ഏറ്റവും അപകടമായുള്ളത് അശ്ശിർക്ക്, അത് ഷിർക്കാണ്. വഹുവ, ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ദഅവതു ഗൈരിഹി മഅഹു, അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക, അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി നിസ്കരിച്ചു, അത് ഷിർക്കല്ലേ? ഷിർക്കല്ലേ? അള്ളാഹുവിന് കൂടാതെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പെടുത്തു, ഷിർക്കല്ലേ? പിന്നെ എന്തുകൊണ്ട് ഇവിടെ ദഅവതു ഗൈരിഹി മഅഹു എന്ന് പറയാൻ കാരണം? ഏറ്റവും കൂടുതൽ ഷിർക്ക് സംഭവിക്കുന്നത് അവിടെയാണ്. ആരും അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നിസ്കരിക്കൂല. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒരിക്കലും ഉണ്ടാവൂല. അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നോമ്പെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ വിളിക്കുന്നത് ഒരുപാടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഈ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലുള്ള അമലുകൾ അത് ആഖിറത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രതിഫലം ആരെങ്കിലും ദുനിയാവിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതെല്ലാം ആഖിറുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ദുആ എന്നുള്ളത് ഇബാദത്താണ്. ആ ദുആ മനുഷ്യൻ എന്തിനാണ് ചെയ്യുന്നത്? ദുനിയാവിലെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ ദുനിയാവിൽ മക്കളെ കിട്ടാൻ, കച്ചവട ലാഭത്തിലാകാൻ, അതല്ലെങ്കിൽ ഭൗതികപരമായി എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ നമ്മൾ ദുആ ചെയ്യാറില്ലേ? അതപ്പോൾ ദുനിയാവിൽ നിന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പെട്ടെന്ന് കിട്ടാൻ മനുഷ്യൻ ആഗ്രഹിക്കും. അവിടെയാണ് പിശാച് മനുഷ്യനെ വഴിതെച്ചിട്ട്. അതുകൊണ്ടാണ് ദുആ സൃഷ്ടികൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകാൻ കാരണം. മനസ്സിലാകുന്നില്ലേ? അതുകൊണ്ടാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ദുആ എടുത്തു പറയാൻ കാരണം. ഇനി വദ്ദലീലു ഖൗലുഹു തആല, ഇവിടെ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പറ്റൂ, അത് ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് തെളിവായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി കൊടുത്തത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ ആയത്താണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈആ, ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടന്നു. ഫഇദാ ഖീല ലക, ഇനി നിന്നോട് ഒരാൾ ചോദിക്കപ്പെട്ടാൽ, നിങ്ങളൊരാൾ ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂൽ അസ്സലാസ, നമ്മൾ വിഷയത്തിലേക്ക് കടക്കാണ്. മൽ ഉസൂൽ അസ്സലാസ, എന്താണ് 3 അടിസ്ഥാന കാര്യങ്ങൾ? അല്ലത്തി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹ, മനുഷ്യന് പഠിക്കൽ, അറിയൽ നിർബന്ധമായിട്ടുള്ള 3 കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ ഏതാണ്? അതാണ് നിന്നോടൊരാൾ ചോദിച്ചാൽ നീ എന്തായിരിക്കും മറുപടി പറയാ? ഇത് പറയാൻ കാരണം എന്താ അറിയോ? എല്ലാ മനുഷ്യരും മരണപ്പെടേണ്ടവരാണ്. ഒരു ദിവസം നമ്മളും ഈ ലോകത്തോട് വിട പറയേണ്ടതാണ്. ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ കവാടം ഖബറാണ്. ബർസഖിൻ്റെ ലോകത്തുള്ള ജീവിതമാണ്, ഖബറാണ്. ഈ ഖബറിൽ മനുഷ്യൻ മരണശേഷം ആദ്യമായി കണ്ടുമുട്ടുന്നത്
പരലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടം അത് ഖബർ. ആ ഖബറിൽ വെച്ച് കണ്ടുമുട്ടുന്നത് മലക്കുകളുടെ ചോദ്യമാണ്. ആ ചോദ്യം 3 കാര്യങ്ങളെ മനുഷ്യനോട് ചോദിക്കും. വെറും 3 കാര്യങ്ങൾ. നിന്റെ കുടുംബം ചോദിക്കൂല, നിന്റെ സമ്പത്ത് ചോദിക്കൂല, നിന്റെ ഇൽമ് ചോദിക്കൂല, നിന്റെ സ്ഥാനം, നിന്റെ അധികാരം, നിന്റെ ആഗ്രഹങ്ങൾ, ഇതൊന്നും അവിടെ ചോദിക്കൂല. വെറും 3 കാര്യങ്ങൾ. 1 മൻ റബ്ബുക, 2 വമൻ നബിയുക, 3 വമാ ദീനുക. ഈ 3 കാര്യങ്ങളായിരിക്കും അവിടെ ചോദിക്കുക. അതാണ് അൽ ഉസൂൽ അസ്സലാസ, 3 അടിസ്ഥാന കാര്യങ്ങൾ. ഇതിന് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ ദുനിയാവിന് അത് അറിഞ്ഞിരിക്കണം. അതാണ് ശൈഖ് നമ്മൾ ചോദിക്കുന്നത്. നിന്നോട് ഒരാൾ ചോദിച്ചാൽ എന്താണ് അൽ ഉസൂൽ അസ്സലാസ, എന്താണ് നിന്നോട് ഒരാൾ ചോദിച്ചാൽ ഫഖുൽ, നീ പറയണം മഅരിഫത്തുൽ അബ്ദി റബ്ബഹ്, ഒരു അടിമ തൻ്റെ റബ്ബിനെ സംബന്ധിച്ചറിയലാണ്. അതേപോലെ തന്നെ വദീനിഹി, ഒരടിമ തൻ്റെ ദീനിനെ സംബന്ധിച്ചറിയലാണ്. അതേപോലെ തന്നെ വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അടിമ തൻ്റെ നബിയെ പ്രവാചകനെ സംബന്ധിച്ച് അറിയലാണ്. അൽ അസ്ലുൽ അവ്വൽ, 3 കാര്യം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. അൽ അസ്ലുൽ അവ്വൽ, അതിൽ ഒന്നാമത്തെ അസ്ല് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനെ സംബന്ധിച്ച് അറിയൽ. എങ്ങനെ അറിയാ? ഫഇദാ ഖീല ലക, ഒരാൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ ഫഖുൽ, നീ പറയണം റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. റബ്ബാനി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ എൻ്റെ റബ്ബ്. അതുമാത്രമല്ല വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കൊണ്ട് ഈ ലോകരെ മുഴുവനും പരിപാലിക്കുന്നവനായ റബ്ബ്. വഹുവ മഅബൂദി, അവനാണ് എൻ്റെ ആരാധ്യൻ. ലൈസ ലി മഅബൂദുൻ സിവ, എനിക്ക് അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നീ പറയണം നിന്റെ റബ്ബിനെ സംബന്ധിച്ച് ചോദിച്ചാൽ. വദ്ദലീലു ഖൗലുഹു തആല, റബ്ബാണ് നമ്മുടെ, അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്നതിന് തെളിവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ? സൂറത്ത് ഫാത്തിഹയുടെ 2ാമത്തെ ആയത്ത്. ഇതാണ് നമുക്ക് തെളിവായിട്ടുള്ളത്. അപ്പം അള്ളാഹു അല്ലാത്ത മറ്റൊരു മഅബൂദ് നമുക്കില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവായി ശൈഖ് റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ള സൂറത്ത് ഫാത്തിഹയിലെ ആയത്താണ്. അല്ലേ? അൽഹംദു, സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. ഏതല്ലാഹു? റബ്ബിൽ ആലമീൻ. അല്ലേ? മാലോകരുടെ മുഴുവനും റബ്ബായിട്ടുള്ളതായ അള്ളാഹുവിനാകുന്നു. അപ്പം നമ്മുടെ റബ്ബാരാ? അള്ളാഹുവാണ്. നമ്മൾ ഈ ആലമിൽപ്പെട്ടവരാണ്. ആലമി എന്ന് പറഞ്ഞാൽ മാലോകര് മുഴുവനും, നമ്മൾ ഈ ആലമിൽപ്പെട്ടതാണ്. അപ്പം ഈ ആലമീൻ്റെ റബ്ബാരാണ്? അള്ളാഹു. അപ്പം നമ്മുടെ റബ്ബാരാ? അത് അള്ളാഹുവാണ്. ഈ ആയത്തിൻ്റെ പ്രസക്തി നമുക്കിപ്പം മനസ്സിലാവും. അല്ലേ? പണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ വായിക്കുന്ന സമയം നമുക്ക് എന്തിന് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം, റബ്ബ് അള്ളാഹു അല്ല എന്ന് ആരെങ്കിലും അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇക്കാലത്ത് അതിന് പ്രസക്തിയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അള്ളാഹു അല്ലാത്ത നമ്മളെപ്പോലെ തിന്ന് കുടിച്ച് മെതിച്ച് വിചാരത്തോടുകൂടി ജീവിക്കുന്ന സാധാ മനുഷ്യന്മാരെയൊക്കെ റബ്ബിൻ്റെ സ്ഥാനത്ത് റബ്ബായി അംഗീകരിച്ച ആൾക്കാരുണ്ട് ഈ കാലഘട്ടത്തിൽ. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരുടെ റബ്ബായി അംഗീകരിച്ചവർ. അവരാണ് എൻ്റെ റബ്ബെന്ന് നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞവർ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. അപ്പോഴാണ് ഈ വാക്കിൻ്റെ ഒക്കെ പ്രസക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലേ? ശൈഖ് പറയാണ്, ഈ ആലം, ഈ ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബായ അള്ളാഹുവാണ് സർവസ്തുതിയും. അപ്പം അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് മാത്രമല്ല വകുല്ലു മൻ സിവല്ലാഹി ആലമുൻ, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം ഈ ആലമിൽപ്പെട്ടതാണ്. വ അന വാഹിദുൻ മിൻ ദാലിക്കൽ ആലം, ഞാനും ആ ലോകത്തിൽപ്പെട്ടതാണ്. അല്ലേ? ഞാനും ആ ആലമിൽപ്പെട്ടതാണ്. ഈ ആലമിനൊക്കെ പരിപാലിക്കുന്നവനാരാ? റബ്ബാരാ? അത് അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മുടെ റബ്ബ് അള്ളാഹുവാൻ. ഇനി ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് തിരിച്ചറിയുക? എങ്ങനെയാണ് റബ്ബിനെ അറിയുക? എങ്ങനെ അറിയുക? ശൈഖ് റഹ്മത്ത് മറുപടി പറയാണ്, ഫഖുൽ,
എന്ന് ചോദിച്ചാൽ നീ പറയണം ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കൊണ്ടും വ മഖ്ലൂഖാതിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കൊണ്ടും. ഇതിനെ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലെ തരംതിരിച്ചു. എന്നെ അറിയോ? ഒന്ന് അൽ ആയാതിഹി അൽ കൗനിയ്യ, രണ്ട് അൽ ആയാതിഹി അശ്ശർഇയ്യ. ശർഇയ്യായ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലൂടെയും, അല്ലേ? ഖുർആനിലൂടെ നിനക്ക് എൻ്റെ റബ്ബിനെ കണ്ടെത്താം, സുന്നത്തിലൂടെ നിനക്ക് എൻ്റെ റബ്ബിനെ കണ്ടെത്താം. അതിന് പുറമെ ആയാത്തുൽ കൗനിയ്യ, കൗനി എന്നാണ് പ്രാപഞ്ചിക രഹസ്യ സത്യങ്ങളിലൂടെ, അല്ലേ? പ്രപഞ്ചത്തിലൂടെ നിനക്ക് എൻ്റെ റബ്ബിനെ കണ്ടെത്താം. ഒമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയാത്തിനെ സംബന്ധിച്ച് പറയണം. എന്താണ് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ? അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അല്ലൈലു വൻ നഹാർ, രാത്രിയും പകലും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, അല്ലേ? ഇതിനൊക്കെ കുറിച്ച് ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിറകിലുള്ള റബ്ബിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒമിൻ മഖ്ലൂഖാത്തിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അസ്സമാവാതു സബ്ഉ വൽ അർദൂന സബ്ഉ, 7 ആകാശങ്ങളും 7 ഭൂമികളും, വമൻ ഫീഹിൻ, ആ 7 ആകാശങ്ങളിലും ഭൂമികളിലും ഉള്ളത്, വമാ ബൈനഹുമ, ഈ ആകാശത്തിൻ്റെ ഭൂമിയുടെയും ഇടയിലുള്ളതും. അപ്പം എല്ലാം പെട്ടു. ഇതിനൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചാൽ ഇതിൻ്റെ പിറകിലുള്ള റബ്ബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. വദ്ദലീലു ഖൗലുഹു തആല, അതിൻ്റെ തെളിവ് അള്ളാഹു ഖുർആനിൽ പറയാണ് വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അല്ലൈലു വൻ നഹാർ, രാവും പകലും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യാൻ പറ്റൂല. മറിച്ച് വസ്ജുദൂ ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യണം. അല്ലദി, എങ്ങനെയുള്ള റബ്ബ്? ഖലഖഹുന്ന, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനായിരിക്കും നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആയാത്തുകളെ സംബന്ധിച്ച് പഠിച്ചാൽ നമുക്ക് എന്തായിട്ടും അള്ളാഹുലേക്ക് എത്താനുള്ളൊരു മാർഗമാണ്. അതേപോലെ വഖൗലുഹു തആല, രണ്ടാമത്തെ ആയത്ത്, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം, ഇതും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, അല്ലാഹുല്ലദീ, നിങ്ങളുടെ റബ്ബായ അല്ലാഹു, ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, ഫീ 6 അയ്യാം, വെറും 6 ദിവസങ്ങളെ കൊണ്ട്. 6 ദിവസം എങ്ങനെയാ? നമ്മളെ ഈ ഇന്ന് കാണുന്ന ദിവസങ്ങളാണോ, അതല്ല വേറെ ഏതെങ്കിലും ദിവസങ്ങളാണോ, അല്ല സാധാരണ എണ്ണം പിടിക്കുന്ന ദിവസങ്ങളാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. ഇതൊക്കെ തഫ്സീറിലേക്ക് മടങ്ങാം. പ്രത്യേകിച്ച് അമാനി തഫ്സീറിലേക്ക് മടങ്ങിയാൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ഇൽമ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 6 ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. സുമ്മസ്തവ അലൽ അർഷ്, എന്നിട്ട് അള്ളാഹു അർഷിൽ ഇസ്തിവ ആയി. എന്നിട്ടോ യുഗ്ഷിൽ ലൈലൻ നഹാർ, അള്ളാഹു രാത്രിയെ പകല് കൊണ്ട് മൂടി. യത്ലുബുഹു ഹസീസൻ വശംസ വൽ ഖമർ, യത്ലുബുഹു ഹസീസ, എന്നാൽ ദ്രുതഗതിയിൽ തന്നെ ആ പകലും രാവിനെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ വശംസ വൽ ഖമർ, അള്ളാഹു ആ ചന്ദ്രനെയും സൂര്യനെയും വന്നുജൂമ, നക്ഷത്രങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു. മുസഖറാത്തിൻ ബി അംരി, അവകളെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല, നിങ്ങൾ അറിയണം, ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിപ്പും കാര്യവും അള്ളാഹുവിനുള്ളതാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബായ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു. ഇതാണ് ആയത്ത്. ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹു ഈ ആയത്തിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചാണ്. എന്തിനാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്? ആ സൃഷ്ടികളെ സംബന്ധിച്ചെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് റബ്ബിനെ സംബന്ധിച്ച് അറിയാൻ, റബ്ബിലേക്ക് എത്താൻ, അല്ലേ? ഇനി വറബ്ബു ഹുവൽ മഅബൂദു, വറബ്ബു, ഇതൊക്കെ പറഞ്ഞത് എന്താ? നിന്റെ റബ്ബാണ് അള്ളാഹു. അതേപോലെ ഈ റബ്ബാണ് അൽ മഅബൂദ്. മഅബൂദ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, അല്ലേ? നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹു, ഉപജീവനം നൽകുന്നവൻ അള്ളാഹു, നമുക്ക് ദുനിയാവിൽ ജീവിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന അള്ളാഹു. അതുകൊണ്ട് അള്ളാഹിനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ. തികച്ചും ലോജിക്കായ ചില വാക്കുകൾ, അല്ലേ? നിനക്കെല്ലാം ചെയ്തു തന്ന അള്ളാഹുവാണ്, അതുകൊണ്ട് നീ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം. അതാണ് ഈ ആയത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വറബ്ബു ഹുവൽ മഅബൂദ്, അല്ലേ? റബ്ബാണ് ആരാധിക്കപ്പെടേണ്ടവൻ. വദ്ദലീലു ഖൗലുഹു തആല, അതിന് തെളിവെന്താ? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക.
അല്ലദി എങ്ങനെയുള്ള റബ്ബ്, എങ്ങനത്തെ റബ്ബ് നിങ്ങൾ ആരാധിക്കേണ്ടത്? അല്ലദി ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെയും സൃഷ്ടിച്ചവരായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്തിന്? ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുന്നതിന് വേണ്ടി. അതുമാത്രമല്ല അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സംവിധാനിച്ച് തന്ന റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലേ. അല്ലദീ എങ്ങനെയുള്ള റബ്ബ്? ജഅല ലക്കുമുൽ അർള അവൻ നിങ്ങൾക്ക് ഭൂമിയെ ആക്കി തന്നു, ഫിറാശൻ വിരിപ്പാക്കി തന്നു, വസ്സമാ ആകാശത്തെ ആക്കി തന്നു, ബിനാഅൻ മേൽക്കൂരയാക്കി തന്നു. അത് മാത്രമല്ല വഅൻസല മിനസ് സമാഇ മാഅ ആകാശത്ത് നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി എന്നിട്ട് ആ വെള്ളത്തിലൂടെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു മിനസ്സമറാത്തി ഫലവർഗ്ഗങ്ങളെ, റിസ്ഖൻ ലക്കും നിങ്ങൾക്ക് ഭക്ഷണമായിട്ട്. ഫലാ തജ്അലു അതുകൊണ്ട് ഫലാ തജ്അലു നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, ആക്കാൻ പാടില്ല, ലില്ലാഹിന് അല്ലാഹുവിന് അന്താദൻ പകരക്കാരെ ആക്കാൻ പാടില്ല. വ അൻതും തഅലമൂൻ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങളുടെ റബ്ബാണ് എന്നറിഞ്ഞിരിക്കെ. മനസ്സിലാകുന്നുണ്ടോ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആയത്തിന് മക്കയിൽ ജീവിച്ചിരുന്ന ഖുറൈശികളുടെ വിശ്വാസമായി തട്ടിച്ചു നോക്കുക. മക്കയിൽ ജീവിക്കുന്ന ഖുറൈശികൾ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അള്ളാഹുവാണ് കായ്ക്കനികൾ മുളപ്പിക്കുന്നത് എന്നൊക്കെ അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിച്ചവരാണ്. അത് പരിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെയുള്ള അവരോട് അള്ളാഹിൻ്റെ വാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ വിളിക്കാൻ പറ്റൂല, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിയാൻ പാടില്ല. ഇതാണ് ഈ വാക്കിൻ്റെ ഒക്കെ ചെറിയൊരു ആകത്തുക. ഇനി ആയത്തിൻ്റെ തഫ്സീറായി ഖാല ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയാൻ അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യ. ഈ ആയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറയാൻ ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ അവനാണ് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അവൻ മാത്രമാണ്. ഇതിനൊക്കെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ്. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണ് ഇബാദത്ത്, ഇബാദത്തിൻ്റെ വിഭാഗത്തിൽ പെട്ടതെന്ത് എന്നൊക്കെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് പോകാം. ഇതൊക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്ന പഠിച്ച കാര്യങ്ങളായിരിക്കും, ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വഅൻവാഉൽ ഇബാദത്തില്ലതി അമറല്ലാഹു ബിഹാ അല്ലാഹു കൽപ്പിച്ചതായ ഇബാദത്തുകളുടെ വിഭാഗം മിസ്ലു അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. 3 കാര്യങ്ങൾ. 1 അൽ ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞ്, 1 ഇസ്ലാം, 2 ഈമാൻ, 3 ഇഹ്സാൻ. 3 കാര്യങ്ങൾ. എന്നിട്ട് പറയാണ് വമിൻഹ ആ ഇബാദത്തുകളിൽ പെട്ടതാണ് അദ്ദുആഉ വൽ ഖൗഫു വർ റജാഉ വത്തവക്കുലു വർ റഗ്ബതു വർ റഹ്ബതു വൽ ഖുശൂഉ വൽ ഖശിയതു വൽ ഇനാബതു വൽ ഇസ്തിആനതു വൽ ഇസ്തിആദതു വൽ ഇസ്തിഗാസതു വദ്ദബ്ഹു വൻ നദറു വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ കുല്ലുഹാ ലില്ലാഹി തആല. ഒരുപാട് ഇബാദത്തിന് എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഈ ഇബാദത്തുകളെല്ലാം അള്ളാഹു കൽപ്പിച്ചതാണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇത് മാറാൻ പാടില്ല. ഏതൊക്കെ ഇബാദത്ത്? 1 അദ്ദുആ, ദുആ ഇബാദത്താണ്. തെളിവെന്താ ശേഷം വരുന്നുണ്ട്. 2 അൽ ഖൗഫ് പേടി, ഭയം, അതും തെളിവ് ശേഷം വരുന്നുണ്ട്. അതുപോലെ വർ റജ പ്രതീക്ഷ, അതുപോലെ വർ തവക്കുൽ ബരമേൽപ്പിക്കൽ, വർ റഗ്ബത്തു ആഗ്രഹം, വർ റഹ്ബത്തു പേടി, വൽ ഖുശൂഉ ഭയഭക്തി, വൽ ഖശിയത്തു പേടി, വൽ ഇനാബത്തു ഖേദിച്ച് മടങ്ങൽ, വൽ ഇസ്തിആനത്തു സഹായതേട്ടം, വൽ ഇസ്തിആദത്തു ശരണം തേടൽ, വൽ ഇസ്തിഗാസത്തു സഹായതേട്ടം, വദ്ദബ്ഹു അറവ്, വൻ നദറു നേർച്ച, വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ ഇതല്ലാത്ത അല്ലാഹു കൽപ്പിച്ച ഇബാദത്തുകളും കുല്ലുഹാ ലില്ലാഹ് അതെല്ലാം അല്ലാഹുവിന് മാത്രമുള്ളതാകുന്നു. ശ്രദ്ധിച്ചോ. വദ്ദലീലു ഖൗലുഹു തആല ഇതിനൊക്കെ തെളിവെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, അത് പള്ളിയിൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയും വിളിച്ച് തേടാൻ പാടില്ല. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി പറയാൻ ഫമൻ സറഫ മിൻഹാ ഷൈഅൻ ഈ ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും തെറ്റിച്ച് കളഞ്ഞാൽ ലഗൈരില്ലാഹ് അല്ലാഹു അല്ലാത്തവരിലേക്ക്, ഇതൊക്കെ അല്ലാഹുക്കുള്ള ഇബാദത്താണ്. ഈ ഇബാദത്തിൽ ഏതെങ്കിലും ഒന്നിനാരെങ്കിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് തെറ്റിച്ച് കളഞ്ഞാൽ ഫഹുവ മുശ്രിക്കുൻ കാഫിർ അയാൾ ആരാണ്? മുശ്രിക്കും കാഫിറുമാണ്.
ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ പറയപ്പെട്ട ഇബാദത്തുകൾ ദുആ, റജാ, ഖൗഫ്, തവക്കുൽ ഏതായാലും ഈ പറയപ്പെട്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് ഒരാൾ തെറ്റിച്ച് കളഞ്ഞാൽ ഫഹുവ മുശ്രിക്കുൻ കാഫിർ. അയാൾ ആരാണ്? മുശ്രിക്കാണ്, കാഫിറാണ്. ഇതിന് തെളിവുകളാണ് ഓരോന്നും പറയുന്നത്, ശ്രദ്ധിച്ചോ. വദ്ദലീലു ഖൗലുഹു തആല വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഈ ശിർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് പറയാം. ഒരാൾ ശിർക്ക് ചെയ്താൽ ഈ പറയപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നിനെ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിലേക്ക് തെറ്റിച്ച് കളഞ്ഞാൽ അയാൾ മുശ്രിക്കാണ്, കാഫിറാണ്. അതിന് തെളിവെന്താ? വമൻ യദ്ഉ മഅല്ലാഹ്, അള്ളാഹിൻ്റെ കൂടെ ആരെങ്കിലും ദുആ ചെയ്താൽ, ഇലാഹൻ ആഖർ, മറ്റൊരാളോട്, ലാ ബുർഹാന ലഹു ബിഹി, അവനൊരു തെളിവുമില്ല, ഖുർആനിലുമില്ല ഹദീസിലുമില്ല, ചൊവ്വയുള്ള ബുദ്ധിയും എനിക്ക് തെളിവല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവൻ്റെ വിചാരണ റബ്ബിൻ്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല. ഈ ആയത്തിലൂടെ ഷെയ്ഖ് റഹ്മഹുല്ല എന്തിന് തെളിവായിട്ടാണ് പറയുന്നത്? പറയാൻ പറ്റുമോ? ഇവിടെ എന്താണ് വജൂൽ ഇസ്തിഷാദ്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇവിടെ എന്താണ് വജൂഹുൽ ഇസ്തിഷാദായിട്ട് ഷെയ്ഖ് റഹ്മദ് ഉദ്ദേശിച്ചത്? ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ അല്ലേ? ഇവിടെ അള്ളാഹ് തുടങ്ങിയത്, ആയത്ത് തുടങ്ങിയത് എങ്ങനെയാ? വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ അല്ലേ? അള്ളാഹിൻ്റെ കൂടെ വേറെ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ആരെങ്കിലും ദുആ ചെയ്താൽ, അതായത് ഇന്നത്തെ ഏതെങ്കിലും തങ്ങന്മാരോടോ ജാറത്തിലോ ശൈഖുകളോടോ വലിയനോടോ ദർഗയിലോ ഖബറിലോ പോയി ഒരാൾ ദുആ ചെയ്താൽ അല്ലേ, അതിൻ്റെ അവസാനം ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ ഒരിക്കലും വിജയം പ്രാപിക്കുന്നവരല്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാത്ത ഒരാൾ ദുആ ചെയ്താൽ ഫഹുവ കാഫിർ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് വജൂൽ ഇസ്തിഷാദ്. ഇനി വഫിൽ ഹദീഥി, ഹദീസിലും കാണാം അദ്ദുആ മുഖുൽ ഇബാദ, ദുആ എന്നുള്ളത് ഇബാദത്തിൻ്റെ മജ്ജയാണ്. മജ്ജ എന്ന് പറഞ്ഞാൽ ലുബ്, അതിൻ്റെ അസ്തിത്വം, അടിസ്ഥാനം അല്ലേ? വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് തെളിവ്? ദുആ ഇബാദത്താണ്. എന്ന് തെളിവെന്താ? ദുആ ഇബാദത്താണെന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ദുആ അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. ഈ അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ദുആ അള്ളാഹു അല്ലാത്ത മറ്റൊരാളേക്ക് തെറ്റിയാൽ ആ ചെയ്ത ആള് മുശ്രിക്കും കാഫിറുമാണ്. തെളിവെന്താ? നോക്കിക്കോ. വഖാല റബ്ബുക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ആരാ പറയുന്നത്? അള്ളാഹു അല്ലേ? നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിച്ച് മാറി നിൽക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ നിന്ദനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ ഷെയ്ഖ് റഹ്മഹുല്ല ഉദ്ദേശിക്കുന്ന ഈ വജൂൽ ഇസ്തിഷാദ്, ഈ ആയത്തിൻ്റെ ഹുക്ം എന്താ? ഷെയ്ഖ് ശ്രദ്ധിച്ചോ. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അല്ലേ? ശേഷം പറയുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാതെ ആരെങ്കിലും മാറി നിന്നാൽ, അതായത് അള്ളാഹിനോട് ദുആ ചെയ്യാതെ മാറി നിന്നാൽ, അപ്പോൾ ദുആ എന്നുള്ളത് ഇബാദത്താണ്. തൊട്ടുമ്പോൾ ഇബാദത്തിനെ സംബന്ധിച്ചല്ല പറഞ്ഞേ, ദുആനെ സംബന്ധിച്ചല്ല പറഞ്ഞേ. അപ്പം ഇവിടെ കൊണ്ട് ഇബാദത്തിനുള്ള ഉദ്ദേശം ദുആ, മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദുആ ഇബാദത്താണ്. ആ ഇബാദത്തായ ദുആ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ചോദിച്ചാൽ ഫഹുവ കാഫിറും മുശ്രിക്. ഇനി ഷെയ്ഖ് റഹ്മഹുല്ല ഓരോന്നിന് തെളിവ് പറയണം. അത് ദുആക്ക് തെളിവ് പറഞ്ഞു. ഇനി ഓരോ കാര്യങ്ങളും ഈ പറയപ്പെട്ട ഇബാദത്തുകൾക്ക് തെളിവ് പറയാം. വദലീലു റജ, റജ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, അതിന് തെളിവ്, അത് ഇബാദത്താണ് എന്നതിന് തെളിവ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ശ്രദ്ധിച്ചോ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, റബ്ബിൻ്റെ ലിഖാഇനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നവൻ, റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ, ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ആ റബ്ബിനോടുള്ള ഇബാദത്തിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇവിടെ ഈ തുടക്കത്തിൽ പറഞ്ഞെന്താ? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ലിഖാഇനെ പ്രതീക്ഷിക്കുന്നവൻ. അവസാനം പറഞ്ഞെന്താ? ലാ യുശ്രിക് ബിഇബാദത്തി, ഇബാദത്ത്. അപ്പോൾ റജാ ഇബാദത്താണ്. രണ്ടാമത്തെ തവക്കുൽ, വദ്ദലീലു തവക്കുൽ, തവക്കുലിന് തെളിവ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ബരമേൽപ്പിക്കുക. അല്ലാഹ് പറയാണ് വഅലല്ലാഹി ഫതവക്കലു, വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീകളാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ബരമേൽപ്പിക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സിഫത്താണ്
അതപ്പോൾ അത് ഇബാദത്താണ്. ആ ഈമാനിൽ പെടുത്തിയില്ല അള്ളാഹു തവക്കുല്ലേ. അപ്പോൾ മറ്റൊരാൾക്ക് തവക്കുൽ ചെയ്യാന്നുള്ളത് ഷിർക്കാണ്, കാഫിറാണ്. അതേപോലെ ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു മതിയായവനാണ്. ഇനി വദലീലു റഗ്ബത്തി വറഹ്ബത്തി വൽ ഖുശൂ. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം, റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ പേടി, ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി. ഇതിനുള്ള തെളിവ് വഖൗലുഹു തആല ഇന്നഹും കാനു, ഇത് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന ആയത്താണ്. പ്രവാചകന്മാരെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്താണ്. ഇന്നഹും, തീർച്ചയായും ആ പ്രവാചകന്മാർ, കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറാത്തുകളിൽ ധൃതിപ്പെടുന്നവരായിരുന്നു. വയദ്ഊനന, അവർ നമ്മോട് ദുആ ചെയ്യുകയും ചെയ്യും. റഗബൻ, ആഗ്രഹത്തോടുകൂടി, വറഹബൻ, പേടിയോടുകൂടിയും, വകാനു ലനാ ഖാശിഈൻ, അവരെല്ലാവരും നമ്മെ ഭയപ്പെടുന്നവരായിരുന്നു. എന്താ ഇതിനൊക്കെ നമ്മളെ വ്യത്യാസം? അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. ഇനി വദലീലുൽ ഖശ്യ, ഖശ്യത്തിൻ്റെ ദലീൽ. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതും പേടി. ഈ ഖശ്യത്തിൻ്റെ വ്യത്യാസം എന്താ? ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാ പേടിയല്ല. ഖൗഫ് എന്ന് പറഞ്ഞാൽ സാധാ പേടി. നമുക്കിപ്പോൾ ഒരു ഉപദ്രവകരമായ കാര്യത്തെ കണ്ട പേടിയാവൂലേ, ഒരാൾക്ക് ഒരു പാമ്പിനെ കണ്ട പേടിയാവൂലേ, അതാണ് ഖൗഫ് എന്ന് പറയാം. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പേടിക്കുക, അതിൻ്റെ ബഹുമാനം മനസ്സുകൊണ്ട് പേടിക്കുക. ഉസ്താദന്മാരെ ചില ആൾക്കാർക്ക് പേടിയായിരിക്കും. എന്തുകൊണ്ടാണ്? ഉസ്താദ് കൊള്ളക്കാരനായതുകൊണ്ടാണ്, ക്രൂരനായതുകൊണ്ടാ? അല്ല, ബഹുമാനം കൊണ്ടല്ലേ. നമ്മുടെ ഉപ്പാനും ഉമ്മാനും നമ്മൾ പേടിക്കും. എന്തുകൊണ്ടാണ്? ഉപ്പ ഉമ്മയും തല്ലുന്നോണ്ടാ? അവരെക്കാൾ കൂടുതൽ ദുനിയാവിൽ ആർക്കും നമ്മൾ സ്നേഹം കാണിച്ചിട്ടുണ്ടാ? ഇല്ല. എങ്കിൽ നമുക്കൊരു പേടിയുണ്ട്. എന്തുകൊണ്ടാ? ബിൽ ആളമ, ബഹുമാനം കൊണ്ട്. അതേപോലെ അള്ളാഹുവിനെ ബഹുമാനത്തോടു കൂടി പേടിക്കുക, അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട് പേടിക്കുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പേടിക്കുക, അതാണ് ഖശ്യത്ത്. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പേടിക്കുന്നത് ഉലമാക്കളാണ് എന്ന് പറയാൻ കാരണം അതാണ് ഖശ്യത്തിന് വ്യത്യാസം. അള്ളാഹു പറയാണ് ഫലാ തഖ്ശൗഹും വഖ്ശൗനി, ഫലാ തഖ്ശൗ, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വഖ്ശൗ, പക്ഷെ നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്. അത് ഇബാദത്താണ്, അത് അള്ളാഹ്ക്കുള്ളതാണ്. അതേപോലെ ദലീലുൻ ഇനാബ, ഇനാബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുക. നമ്മൾ ഖേദിച്ച് മടങ്ങേണ്ടത് എടുത്തേക്കാ അള്ളാഹുലേക്കാണ്. അത് അള്ളാഹു പറഞ്ഞു അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. അതേപോലെ ദലീലുൽ ഇസ്തിആന, ഇസ്തിആന എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. സഹായതേട്ടം ആരോടെ പറ്റൂ? അത് അള്ളാഹിനോട് മാത്രമേ പറ്റൂ. നോക്കുക, തെളിവെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നത്, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ നമ്മൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. വഫിൽ ഹദീസ്, ഹദീസിൽ കാണാം വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇത് ആരോട് പറയുന്ന ഹദീസാ? റസൂലുള്ളാഹി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറയാണ് വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ റബ്ബിനോട് മാത്രം ചോദിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖമുദ്രയാണ്. നീ സഹായത്തേട്ടം നടത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രം. വലിയില്ല, ഷെയ്ഖില്ല, ജാറങ്ങളില്ല, ഖബറുകളില്ല, പ്രവാചകന്മാരില്ല, മലക്കില്ല, ജിന്നില്ല, ഒരു ദർഗയുമില്ല, ഒരു സൃഷ്ടിയുമില്ല. സഹായം ചോദിക്കുന്നുണ്ടോ? റബ്ബിനോട് മാത്രം. അതേപോലെ തന്നെ വദലീലുൽ ഇസ്തിആദ, ഇസ്തിആദ പറഞ്ഞ ശരണം തേടുക. നിങ്ങൾ ഇതിൻ്റെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ അർത്ഥം ചിന്തിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ഈ സമുദായത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് തേടിപ്പോവുക. ചില ജാറത്തിൽ ഉത്സവം ഉണ്ടാവില്ലേ, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ചില ഫ്ലെക്സുകൾ കാണാം റോട്ടിൽ, അല്ലെങ്കിൽ ഇതിനുണ്ടാവും യാ ഖാജ യാ മുഹിദ്ദീൻ, നിങ്ങളാണ് ശരണം, നഊദു ബില്ലാഹ്. കണ്ടിട്ടുണ്ടാവും മലയാളത്തിൽ ചില എഴുതി വെച്ചിട്ട് കാണാം. ചില വീട്ടിൽ പോയാൽ കാണാം യാ മൗല മുഹീദ്ദീൻ എന്നൊക്കെ എഴുതി വെച്ചിട്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെയാണ്. അള്ളാഹു അല്ലാത്തവരെ ഇസ്തിആദ, ശരണം തേടുന്നതിന് തുല്യമാണ്. അതൊക്കെ ശിർക്കിൻ്റെ വരികളാണ് അല്ലേ. അപ്പം അള്ളാഹു പറയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലക്കിൻ്റെ, ഫലക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം, പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഞാനിതാ കാവൽ തേടുന്നു, ശരണം തേടുന്നു. വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അല്ലേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ ഞാൻ ശരണം തേടുന്നു. അപ്പോൾ ഈ ഇസ്തിആദ അള്ളാഹിനോട് മാത്രമേ പറ്റൂ, അള്ളാഹു അല്ലാത്തവന് പാടില്ല. ഇനി വദലീലുൽ ഇസ്തിഗാസ, എന്താ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ആപൽ ഘട്ടത്തിലുള്ള സഹായതേട്ടം. മൂന്നാട്ടോ. ഒന്ന് ഇസ്തിആന, ഇസ്തിആന എന്ന് പറഞ്ഞാൽ സഹായതേട്ടം, സാധാ നോർമലുള്ള സഹായതേട്ടം. രണ്ടാമത്തത് ഇസ്തിആദ, ശരണം തേടുക, ഒന്നിൻ്റെ ഷർറിൽ നിന്നും കാവൽ തേടുക, അതാണ് ഇസ്തിആദ. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയില്ലേ, പിശാചിൻ്റെ ഷർറിൽ നിന്നും കാവൽ തേടുക. മൂന്നാമത്തെ അൽ ഇസ്തിഗാസ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ആപൽ ഘട്ടത്തിലുള്ള സഹായതേട്ടം. മനസ്സിലാകുന്നുണ്ടോ? ആപൽ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രയാസത്തിലുണ്ടാകുന്ന സമയത്തുള്ള തേട്ടം, അതാണ് ഇസ്തിഗാസ എന്ന് പറയാം. തെളിവെന്താ? ഇദ് തസ്തഗീസൂന റബ്ബക്കും, ഇത് ബദറിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്, ബദറിൽ ഇറങ്ങിയതാണ്.
ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാഥ ചെയ്ത സന്ദർഭം, ഫസ്തജാബ ലക്കും, അവൻ നിങ്ങളുടെ ഇസ്തിഗാഥക്ക്, നിങ്ങളുടെ തേട്ടത്തിന് അവൻ ഉത്തരം നൽകിയിരിക്കുന്നു. ബദ്ർ യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ഇവിടെ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഈ 3 കാര്യം നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില മസലകളുണ്ട്. 3 കാര്യത്തിലും മുത്തഫഖുൻ അലൈഹി ആയതുകൊണ്ട്, മുഖ്തലഫുൻ ഫീഹി ആയതുകൊണ്ട്, അതായത് അനുവദിക്കപ്പെട്ടതുകൊണ്ട് അനുവദിക്കപ്പെടാത്തതുകൊണ്ട്. ഇസ്തിആദ ആണെങ്കിലും ഇസ്തിആന ആണെങ്കിലും ഇസ്തിഗാഥ ആണെങ്കിലും ഇത് 3ലും അനുവദിക്കപ്പെട്ടതുകൊണ്ട് അനുവദിക്കപ്പെടാത്തതുണ്ട്.